പ്രിയമുള്ളവരെ നമസ്കാരം. കുറേ ദിവസങ്ങളായി ആഗ്രഹിക്കുകയാണ് മെട്രോയിൽ ഒന്ന് യാത്ര ചെയ്യണമെന്ന്. ആഗ്രഹം ഇന്ന് സഫലീകരിച്ചു. ഒലയ സ്റ്റേഷനിൽ നിന്നും ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് തൈബുമായി ഞങ്ങൾ ഒലയ സ്റ്റേഷനിൽ നിന്നും മെട്രോയിൽ സ്റ്റേഷനിലേക്ക് എത്തി. അവിടെ നിന്നും പോകുന്ന സ്ഥലങ്ങളൊക്കെ, മെട്രോ പാസ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ മനസ്സിലാക്കി ഞങ്ങൾ ദാറുൽ ബൈദ എന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. അവിടെ നിന്ന് ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് തൊയ്ബുമായി ഞങ്ങൾ മെട്രോയിൽ യാത്ര തിരിച്ചു. എത്ര ഭംഗിയായിട്ടാണ് ഈ മെട്രോ സ്റ്റേഷനുകളും അതുപോലെ തന്നെ മെട്രോ പാസ് ചെയ്യുന്ന അണ്ടർഗ്രൗണ്ടും ഒക്കെ ചെയ്തിരിക്കുന്നതെന്നുള്ളത് ഇതിനകത്ത് യാത്ര ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അത്രയും വളരെ സുന്ദരമായിട്ടുള്ള രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. ലോക്കോ പൈലറ്റ് ഇല്ലാത്ത ആ മെട്രോയിൽ നമ്മൾ കയറിയപ്പോൾ മെട്രോ ആ പൈലറ്റ് നിൽക്കേണ്ട സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത്. കാരണം അവിടെ ഇരുന്നു കൊണ്ട് വളരെ നല്ല രീതിയിലുള്ള കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അത്രയും ഭംഗിയായിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ മെട്രോ നമുക്ക് അതിനകത്തിരുന്നത് ആ യാത്ര ആസ്വദിക്കാൻ സാധിക്കുന്നത്. തിരക്കേറിയ ഒരു നഗരമാണ് റിയാദ് എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് എസ്പെഷ്യലി ഡ്രൈവർമാർക്ക്, വണ്ടി ഓടിക്കുന്ന എല്ലാവർക്കും അറിയാം. നമ്മൾ ഓരോ സ്ഥലങ്ങളിലും എത്തിച്ചേരുവാൻ എത്ര സമയം നമുക്ക് വേണ്ടി വരുന്നു എന്നുള്ളത്. എന്നാൽ ഈ മെട്രോയിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എത്ര പെട്ടെന്നാണ് ഓരോ സ്ഥലങ്ങളിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കുന്നത്. എത്ര തിരക്കേറിയ ഈ നഗരത്തിൽ കൂടി നമ്മൾ ഇങ്ങനെ മെട്രോയിൽ സഞ്ചരിക്കുമ്പോൾ ആ നഗരവും കൂടി എല്ലാവരും ഈ സ്ഥലങ്ങളിൽ നമുക്ക് അണ്ടർപാസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കത് ആസ്വദിക്കുവാൻ സാധിക്കുന്നത്. യാത്ര വളരെ ഇതിന്റെ പണിയൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഇത്രയും വലിയ രീതിയിലാണ് നമുക്ക് യാത്ര ആസ്വദിക്കുവാൻ സാധിക്കില്ലായിരുന്നു. എന്നാൽ ഈ സ്ഥലങ്ങളിൽ കൂടെ പാസ് ചെയ്യുമ്പോഴാണ് എത്ര ഭംഗിയായിട്ടാണ് അത് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് റിയാദ് നഗരം ഒന്ന് വീക്ഷിക്കുമ്പോൾ വളരെ ഭംഗിയായിട്ടുള്ള രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാത്രി സമയങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് റിയാദിന്റെ സൗന്ദര്യം മുഴുവൻ ആസ്വദിക്കുവാൻ സാധിക്കും. ഞങ്ങൾ ഏതാണ്ട് സൂര്യൻ നല്ല രീതിയിൽ ഉദിച്ചു നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ യാത്ര ചെയ്തത്. അതുകൊണ്ട് രാത്രിയിലെ ആ കാഴ്ചകളൊന്നും കാണുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. എല്ലാം കഴിഞ്ഞ് വളരെ ഭംഗിയായിട്ടുള്ള രീതിയിൽ യാത്രയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീണ്ടും ഒലയ സ്റ്റേഷനിലെത്തി. എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തുക.